गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओम ഇവിടെ വളരെ വിശദമായൊരു ധർമ്മ സന്ദേശത്തിന് ഒരുങ്ങുന്നില്ല. എങ്കിലും അല്പം ചിലത് പറയാതെ വയ്യ. ഒരു ഭവ്യ ചടങ്ങിനൊക്കെ പോകുമ്പോൾ പനിനീര് തെളിക്കുന്നത് പോലുള്ളൊരു തെളിക്കലേ ഉള്ളൂ. ഇപ്പോൾ അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കഴിയുന്നവരെ, ഉറപ്പ്. അതാണ് ആദ്യം പറയാനുള്ളത്. അതുകൊണ്ട് ആരും മഴ പേടിച്ച് പോണ്ട. ഇച്ചിരി മഴയൊക്കെ കൊണ്ടാൽ ഒന്നും നമുക്ക് വരാനും പോണില്ല. ഇത് ചെറിയൊരു തെളിക്കലേ ഉണ്ടാവുള്ളൂ. അതൊരു സുഖ, ഒരു എയർ കൂളർ വെച്ച ഒരു പ്രതീതി. രണ്ടാമത് പറയാനുള്ളത്, ഇവിടെ ഈ ഒരു മൈതാനത്ത് തിങ്ങി നിറഞ്ഞ ഒരു സദസ്സായിരുന്നു ഇതിൻ്റെ ആരംഭത്തിൽ. ചെറിയ തുള്ളി മഴ വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മുമ്പിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ബാക്കിൽ കുറേ പേര് ഇരിക്കണത് ഇവിടുന്ന് കാണുന്നുണ്ട്. ഈ നല്ല വെയിലുള്ളപ്പോൾ, നല്ല ചൂടുള്ളപ്പോൾ വൃക്ഷത്തിൻ്റെ അടിയിലിരിക്കുന്നത് നല്ല സുഖ. പക്ഷേ വെയിലാറി സന്ധ്യയായി ആ മരങ്ങളിലൊക്കെ കാക്കകൾ ചേക്കേറിയിരിക്കുന്നു. പകലവർ ചേക്കേറാറില്ല. അധികം കാക്കകളെ മുകളിലിരുത്തിയാൽ അപകട. എല്ലാവരും ഒന്നിച്ച് ഒരുപോലെയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളും കാക്കകളും ഒക്കെ ഒരേപോലെ ഒരേ പ്രതലത്തിൽ ജീവിക്കുകയാണെന്ന് വെച്ചാൽ സന്തോഷമാണ്. പക്ഷേ മുകളിൽ അധികം കാക്കകളെ ഇരുത്തിയാൽ അത് അപകടകരമാണ്. അത് തിരുവനന്തപുരത്തുകാരോട് പ്രത്യേകിച്ച് പറയുകയാണ്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ മുമ്പോട്ട് വരാം. അല്ല, ഞങ്ങളുടെ തലേൻ്റെ മുകളിൽ കാക്ക ഇരുന്നോട്ടെ എന്നാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കരുതി, ഒരു ടവലൊക്കെ ഒന്ന് കരുതിയാൽ നന്ന്. ചരിത്രം അത് പഠിപ്പിക്കുന്നു. ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു സമൂഹത്തിനും ലോകത്തിൽ നിലനിൽപ്പില്ല. ആവർത്തിക്കുന്നു, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിനും ലോകത്തിൽ നിലനിൽപ്പില്ല. പിന്നെ ഈ ദിനേശ് ബീഡി കമ്പനിയിൽ ഇപ്പോൾ അതില്ല. അതുപോലെ കണ്ണൂർ ജില്ലയിൽ പല ബീഡി തെറുപ്പ് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു 40 പേര് ബീഡി തെറുക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുക, അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ ശ്രദ്ധ പോണ്ട. കാരണം ഇത് കഴിയുന്നവരെ മഴ പെയ്യില്ല. ഇങ്ങനെ ധാരിയായിട്ട് വരികയുള്ളൂ. അതൊരു സുഖ. ഏതായാലും 10-40 പേര് ഈ ബീഡി തെറുക്കുക എന്ന് വിചാരിച്ചോളൂ. അതിലൊരാൾ ബീഡി തെറുക്കാതിരിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവർക്കും എത്രയാണോ അന്നത്തെ കൂലി അത് അയാൾക്കും ഉണ്ട്. എന്താ അയാളെ പരിപാടി എന്നറിയോ? പത്രത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കും. ആദ്യം ദേശാഭിമാനി, പിന്നെ
മാതൃഭൂമി, മനോരമ, അങ്ങനെ ക്രമത്തിൽ ജന്മഭൂമി, വീക്ഷണം, അത് ഇത് എല്ലാം വായിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, തുടക്കം തൊട്ട് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വരി തൊട്ട് അവസാനത്തെ പേരിലെ അവസാനത്തെ വരി വരെ വായിക്കും. പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ വരെ വായിക്കും. എന്നാൽ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഹെഡിങ്ങുകൾ വായിച്ചു പോകുന്നവരാ. ശരിയാണോ പറഞ്ഞത് എന്നറിയില്ല. ഹെഡിങ്ങുകൾ വായിക്കും. ഇവിടെ ഈ മൈതാനത്തിലേക്ക് വരുമ്പോൾ ഈ ധർമ്മ സന്ദേശം, ഇവിടെ നൽകേണ്ടുന്ന ധർമ്മ സന്ദേശം വലിയ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടത്തേക്ക് വരുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. എല്ലാത്തിനും വഴിയുണ്ട് എന്നാണ്. ഇവിടെ അങ്ങോട്ട് തിരിയനടുത്തുള്ള ബോർഡാ, വാങ്ങിച്ചാൽ പോയി നോക്കിക്കോളൂ. പറഞ്ഞ ശരിയാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഫോട്ടോ ഉണ്ട്. അടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടിട്ടില്ല. ഞാൻ ഹെഡിങ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എല്ലാത്തിനും വഴിയുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹിന്ദു സമാജം തയ്യാറായാൽ, ആവർത്തിച്ച് പറയുന്നു, എല്ലാത്തിനും വഴിയുണ്ട് എന്ന ആ സന്ദേശം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹിന്ദു സമാജം തയ്യാറായാൽ ചെമ്പ് സ്വർണമാകില്ല, സ്വർണം ചെമ്പാകില്ല. ഉറപ്പ്, ഒരു സംശയവും അതിനില്ല. ഓഡിറ്റിംഗ് നടക്കാതെ ദേവസ്വം ബോർഡുകൾ നിലനിൽക്കില്ല. ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. കൃത്യമായി പ്രതിവർഷം ഓഡിറ്റിംഗ് നടക്കണം. ഓഡിറ്റ് നടന്നാൽ മാത്രം പോരാ, അവ രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറുകളിൽ പബ്ലിഷ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ആ ക്ഷേത്ര ദേവസ്വത്തിൽ, ക്ഷേത്രങ്ങളിൽ ചെന്ന് വീഴുന്ന പണം ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളുടേതാണ്. അതുകൊണ്ട് സമൂഹം അറിയണം അവിടുത്തെ വരവെന്താണ്, ചെലവെന്താണ്. അവിടെ ഓഡിറ്റിംഗ് നടക്കണം. പോരാ, ആ ഓഡിറ്റഡ് റിപ്പോർട്ട് ഫൈനൽ അക്കൗണ്ട് സഹിതം രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറുകളിൽ പബ്ലിഷ് ചെയ്യണം. അല്ലാത്ത കാലത്തോളം ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഞാൻ നായാ പൈസ ഇടില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഈ കൈയടിക്കണ നേരം കൂടി ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇതിങ്ങനെ അടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇവിടെ ആർക്കെങ്കിലും ആവേശം കൂടുവോ? അതൊക്കെ ഒന്ന് പോയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ല സ്പോർട്സൊക്കെ ആണെങ്കിൽ തിരക്കിടില്ല, ആവേശം മൂക്കും. ഒരാവേശം വരാൻ പോണില്ല, അത്രയും നേരം കേൾക്കൂല, അതാപ്പം ഉണ്ടാവുക. അതുകൊണ്ട് ദയവീത് കൈയടിക്കാതിരിക്കുക. വലിയ സന്തോഷം ഉണ്ടെങ്കിൽ അടുത്താക്കൊന്ന് കൊടുത്തോളൂ, എന്നാൽ ഒരു ഗുണം ഉണ്ടാവും. അയാളൊന്ന് ഞെട്ടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കും. അതുകൊണ്ട് ഒരു പ്രതിജ്ഞ ഇവിടെ ഉള്ളവർ ചെയ്യണം. അതാണ് എല്ലാത്തിനും വഴിയുണ്ട് എന്നുള്ളതിൽ ഒന്നാമത്തെ വഴിയാണ് പറയണത്. കാരണം ഇന്നത്തെ ഹിന്ദു സമൂഹം ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയം, എവിടെ ചെന്ന് കഴിഞ്ഞാലും വരുന്ന ചോദ്യങ്ങൾ ദേവസ്വങ്ങളിൽ നടക്കുന്ന അനീതികളും ഹിന്ദു സമാജത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ദുശ്ചെയ്തികളും ചൂഷണങ്ങളും മറ്റുമാണ്. ഒറ്റ തീരുമാനം എടുത്താൽ മതി. എല്ലാ ദേവസ്വങ്ങളുടെയും, 5 ദേവസ്വങ്ങളാണ് കേരളത്തിൽ, 5ൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ ഞങ്ങൾ നായാ പൈസ ഗവൺമെൻറ് ക്ഷേത്രത്തിൽ ഇടില്ല. ശബരിമലയിൽ പോയാൽ പ്രാർത്ഥിക്കുക, ഭഗവാനേ സ്വാമിയേ ശരണമയ്യപ്പ, നീ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭണ്ഡാരത്ത് പൈസ ഇട്ടോളാം, അതുവരെ നായാ പൈസ ഇടില്ല. ഗുരുവായൂർ പോകുമ്പം പ്രാർത്ഥിക്കുക, ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നിന്നെയും എന്നെയും. നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഞാൻ ഭണ്ഡാരത്ത് പൈസ ഇടാം, അതുവരെ പൈസ ഇടില്ല. ഈ ഒറ്റ തീരുമാനം ഇവിടുത്തെ ഹിന്ദു സമൂഹം ചെയ്താൽ നമുക്ക് ഇടാം. അവിടെ എടുത്തു വെച്ചോളൂ, ഓഡിറ്റ് റിപ്പോർട്ട് വരട്ടെ. 2, ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി വേണം. വെറും ഓഡിറ്റിംഗ്, ഗവൺമെൻറ് തലത്തിലുള്ള ഓഡിറ്റിംഗ് പോരാ, സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഇത് പറയുന്ന സമയത്ത് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായുള്ള സഞ്ചാരത്തിൽ നേരിട്ട് കണ്ടൊരു അനുഭവമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം
ഒരു കാലത്ത് നമ്മുടെ ഉപാസ്യ ദേവതയ്ക്ക് ആശ്രയം കൊടുത്ത ക്ഷേത്രമാണ്. എന്താ ചിലരെങ്കിലും ചിന്തിക്കുക, എന്താ ഈ ഉപാസ്യ ദേവതയ്ക്ക് ആശ്രയം കൊടുത്ത സ്ഥാനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്ന്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വടക്കൻ കേരളത്തിൽ ഒന്നൊന്നായി ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സമയത്ത്, കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഹിംസിക്കപ്പെടുന്ന സമയത്ത്, മതം മാറ്റം പെടുന്ന സമയത്ത്, കോഴിക്കോട് മാത്രം 4 ലക്ഷം പേര് മതം മാറ്റപ്പെട്ട സമയത്ത്, 4 ലക്ഷം, ചിദാനന്ദപുരി സ്വാമിയുടെ വാക്കല്ല, ടിപ്പുവിൻ്റെ സ്വന്തം എഴുത്തിൽ രേഖപ്പെടുത്തിയതാണ്. ആ എഴുത്ത് ഇന്നുമുണ്ട്. 4 ലക്ഷം പേരെ മതം മാറ്റിയ സമയത്ത് ഒന്നൊന്നായി ക്ഷേത്രങ്ങളെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സമയത്ത് ഗുരുവായൂരപ്പനെ അവിടുന്ന് കൊണ്ടുവന്ന് അമ്പലപ്പുഴയാണ് സ്ഥാപിച്ചത്. അവിടുന്നാണ് പൂജ നടത്തിയത്. അത് കഴിഞ്ഞ് പടയോട്ടം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഗുരുവായൂരേക്ക് കൊണ്ടുപോയതും പുനഃ പ്രതിഷ്ഠിച്ചതും. അങ്ങനെയുള്ള അമ്പലപ്പുഴയിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ഭഗവാന്റെ ആറാട്ടുകുളത്തിൽ, നിത്യം അവിടെ പൂജിക്കുന്ന പാത്രങ്ങൾ കഴുകുന്ന കുളത്തിൽ ചത്തു പൊന്തിയിട്ടുള്ളത്. നാറിയിട്ട് ആ പ്രദേശത്ത് നിൽക്കാൻ വയ്യ. നമ്മളെ കൂട്ടത്തിൽ ചില സ്വാമിജിമാർ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരോട് അന്വേഷിച്ചപ്പോൾ അവർ കുറച്ച് ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ മറുപടി പറഞ്ഞു. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടല്ല ആ സന്യാസിമാർ പിന്തിരിഞ്ഞത്. മറിച്ച് ആ സന്യാസിമാർ പിന്തിരിഞ്ഞത് ഈ യാത്ര തിരുവനന്തപുരം വരെ എത്തണം എന്നുള്ളത് കൊണ്ടാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഈ രീതിയിൽ എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നു? അതിനുള്ള പരിഹാരം ദീർഘദൃഷ്ടിയിലുള്ളത് നമ്മുടെ തേഞ്ഞു പോയ നട്ടെല്ല് ഒന്ന് ശക്തിയാക്കി എടുക്കണം എന്നാണ് ദീർഘദൃഷ്ടിയിലുള്ള പരിഹാരം. ഹ്രസ്വദൃഷ്ടിയിലുള്ള പരിഹാരം നേരത്തെ പറഞ്ഞതാണ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പൈസ ഇടാതിരിക്കുക. ഒരാളെന്നോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ കേസെടുക്കും. സന്തോഷം, നീ എടുക്കുക. ഏത് സെക്ഷൻ അനുസരിച്ച്? കാരണം ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട എന്നൊരാൾ ആഹ്വാനം ചെയ്താൽ കേസെടുക്കാം. നികുതി അടയ്ക്കരുത് എന്ന് പറഞ്ഞാൽ കേസെടുക്കാം. ഇത് ഹിന്ദുവിൻ്റെ കാര്യം. ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഹിന്ദുവിനോട് പറഞ്ഞാൽ ഒരുത്തനും ഒരധികാരവും ഇല്ല. ഉണ്ടെങ്കിൽ നിയമമായിട്ട് വരിക. രണ്ടാമത്തെ വിഷയം ശ്രദ്ധിക്കാനുള്ളത്, ഈ ധർമ്മസന്ദേശ യാത്രയിലെ സുപ്രധാനമായ സന്ദേശമാണ് പറയുന്നത്. ഏറ്റവും സുപ്രധാനമായ സന്ദേശം. ഇന്നലെ ഞങ്ങൾ ഇന്നലെ യാത്രയിൽ പ്രത്യേക ഔപചാരിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല. മറ്റ് സങ്കേതങ്ങളിൽ, അതായത് പന്മന ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധി മന്ദിരത്തിലും മാതാ അമൃതാനന്ദമയി മഠത്തിലും, അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി നിലകൊള്ളുന്ന ശിവഗിരിയിലും സന്ദർശിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിലും അതുപോലെ പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ മഹാസമാധിയിലും സന്ദർശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സന്ദർഭവശാൽ ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചു പോകുന്നതിൽ ചെറിയൊരു മാറ്റം വന്നു. ചെറിയൊരു മാറ്റം. കൂട്ടത്തിൽ, എല്ലാ വാഹനങ്ങളുടെയും കൂട്ടത്തിലല്ല നമ്മൾ പോയത്. നമ്മളും പരമപൂജ്യ പ്രജ്ഞാനാനന്ദ സ്വാമികളും വേറെ ഒരു സ്വാമിജിയും കൂടിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, വേറെ ചില താമസം വന്നതുകൊണ്ട്. അങ്ങനെയുള്ള യാത്രയിൽ മൊത്തം യാത്രാസംഘം എത്തുന്നത് വരെ ഞങ്ങൾ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. കുറച്ചധികം നേരം. രാത്രിയാണ്. ഒരു മനുഷ്യൻ ആ റോഡിന് മൊത്തം വീതി പോരാന്നുള്ള മട്ടിൽ ഇങ്ങനെ വരികയാണ്. ആ വരവ് കാണേണ്ട വരവാ. സിഗ് സാഗ് എന്ന് പറഞ്ഞിട്ടുള്ള വരവാ. റോഡിൻ്റെ ഒരറ്റത്തേക്ക് പോവും, മറ്റേ അറ്റത്തേക്ക്. നല്ല പാട്ടും പാടുന്നുണ്ട്. എന്തെല്ലാം പാട്ടുകളാ!
അതിൽ ആരുടെയൊക്കെയോ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, ആരുടെയൊക്കെയോ സഹോദരിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ പാട്ടിൽ. അയാളങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ നിർത്തിയിട്ട കാറ് കണ്ടു, അതിൻ്റെ മുമ്പിൽ കാവി കൊടി കണ്ടു. ഇയാൾ ആടുന്നുമില്ല, ഒന്നുമില്ല, നേരെ വന്ന് തൊഴു കയ്യോടുകൂടി നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങിപ്പോയി. ഒന്നാകെ ചളിയിൽ വീണ് കുളിച്ച്, കാരണം മദ്യലഹരിയിൽ ചളിയിൽ വീണ് കുളിച്ച് വസ്ത്രം ഒന്നാകെ ചളിയാണ്. ഞാൻ പോയിട്ട് അയാളെ കെട്ടിപ്പിടിച്ചു. പേരെന്താ കൂട്ടാ? ഇന്ദ്രജിത്ത്. ഞാൻ ഒരു പാട്ട് പാടട്ടെ സ്വാമി? ഞാൻ പറഞ്ഞു പാട്. ഒന്നാന്തരം പാട്ട് പാടി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പാട്ടാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പാട്ട്. കുറേ നേരം സംസാരിച്ചു. അയാളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, എന്ത് പണിയാ ചെയ്യുന്നത്? ഞാൻ തെങ്ങ് കയറ്റമാ. ഇന്ന് കിട്ടിയ കൂലി മുഴുവൻ തീർത്തില്ലേ? ഒരു കള്ളച്ചിരി ചിരിച്ചു, ചെറിയൊരു കള്ളച്ചിരി. ആ ചിരിയുടെ അർത്ഥം എനിക്കറിയാം. ഞങ്ങൾ അവിടുന്ന് വാഹനം വിട്ടു വരുമ്പോൾ പോലെ പോലെ എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു വെളിയാണ്. ഇതെന്തിന് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പല കാരണങ്ങളെ കൊണ്ട് ധർമ്മബോധമില്ലാത്തവരും വികൃതങ്ങളോ വികലങ്ങളോ ആയ ആചാരങ്ങൾ ചെയ്തു പോയവരും അതുകൊണ്ട് തന്നെ സാമാജികമായി അധസ്ഥിതരായവരും നമ്മുടെ ഇടയ്ക്കുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ പലതുമാകാം അതിന് കാരണം. പക്ഷേ സ്നേഹപൂർവം ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ആ സ്നേഹം പകർന്നു നൽകാൻ നമ്മൾ തയ്യാറുണ്ടോ? ആ സ്നേഹത്തിൻ്റെ സ്പർശം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഇന്നലെകളിൽ എന്തെല്ലാം സനാതനധർമ്മത്തിന് അപചയങ്ങൾ സംഭവിച്ചിരുന്നോ, അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ എന്തെല്ലാം അധപ്പതനങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ ഈ തിരിച്ചറിവില്ലായ്മയുടെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി എന്നുള്ള ഭഗവത് വാക്യത്തിൻ്റെ ആ ഒരു വിസ്മൃതി കൊണ്ട് സംഭവിച്ചതാണ്. ആ തിരിച്ചറിവിൽ നിന്നുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഒരു സംശയവും, ഒരു മതം മാറ്റവും ഇവിടെ ഇനി നടക്കില്ല. ഉറപ്പ്, ഒരു സംശയവും. ഇവിടെ മതം മാറ്റം നടക്കില്ല. ആ സ്നേഹത്തിൻ്റെ മൂർത്തികളായി നമ്മൾ ഓരോരുത്തരും തീരണം. ആ സ്നേഹത്തിൻ്റെ മൂർത്തികളായി നമ്മൾ ഓരോരുത്തരും തീരണം. അതാണ് എല്ലാത്തിനും വഴിയുണ്ട് എന്നുള്ള രണ്ടാമത്തത്. എന്ത് പറ്റി നമ്മുടെ സമാജത്തിന്? നമ്മളിപ്പോൾ തൽക്കാലം ഇത് കേരളത്തിലെ മൊത്തം ധർമ്മ സന്ദേശ യാത്രയുടെ ഈ പ്രാവശ്യത്തെ യാത്രയുടെ പൂർണ്ണതയാണ് ഇന്ന് ഈ സായംകാല സമ്മേളനം. എങ്കിലും ഇത് തിരുവനന്തപുരം ജില്ലയാണല്ലോ. അതുകൊണ്ട് പറയട്ടെ, ഈ തിരുവനന്തപുരത്ത് അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത മഹാപുരുഷന്മാരെല്ലാവരും തന്നെ ഏറെക്കുറെ പ്രവർത്തിച്ച സ്ഥലമാണ് ഈ തിരുവനന്തപുരം. ഒന്നുകൂടി പറയാം, വേദം വിസ്മരിച്ചതുകൊണ്ട്, വേദവിരുദ്ധങ്ങളായ സ്മൃതികളെ അനുസരിച്ചതുകൊണ്ട് എന്തെല്ലാം ഇരുൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുവോ, അഥവാ നമ്മുടെ സമാജത്തിൽ വ്യാപിച്ചുവോ, അതിനെ മുഴുവൻ വകഞ്ഞു മാറ്റി പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് പരിശ്രമിച്ച മഹാപുരുഷന്മാരുടെ മുഴുവൻ വിഹാരഭൂമിയായിരുന്നു ഈ തിരുവനന്തപുരം. സമീപകാലത്തതാ പറയണത്, പ്രാചീന കാലത്തത് പറയേണ്ടതില്ല. കാരണം അത്രയ്ക്കധികം
ദേവസന്നിധികളുടെ ഭൂമിയാണിത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യ തേടി ജനങ്ങൾ എത്തിച്ചേർന്നിരുന്ന ശാലകൾ നിലകൊണ്ട പ്രദേശമാണിത്. കാന്തല്ലൂർ ശാല മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭൗതിക വിദ്യാഭ്യാസം തേടി ജനങ്ങൾ വന്നു ചേർന്ന സ്ഥലമാണിത്. സമ്പൂർണ്ണ വേദത്തിൻ്റെ പാഠം നിരന്തരം നടന്ന പ്രദേശമാണിത്. നിരന്തരം മുറജപങ്ങൾ നടന്ന സ്ഥലമാണ്. കേരളത്തിൽ ഒരു പരസ്യം പൊതുവെ കാണാറുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ പരസ്യം. പല പ്രസംഗക്കാരും പറയുന്നതും കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിന് സ്വന്തം നാടുണ്ടാവുമോ? സ്വന്തം നാടുള്ള ദൈവമാണോ? ചോദ്യം. ലളിതമായ ചോദ്യമാണ്. സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ഭർത്താവ്, സ്വന്തം ഭാര്യ, സ്വന്തം കുട്ടി എന്നുള്ള രീതിയിലുള്ളവൻ ദൈവമാണോ? പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളമല്ല ആണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഈ തിരുവിതാംകൂർ മാത്രമാണ്. കാരണം ഇവിടെയാണ് മഹാരാജാവ് തൻ്റെ രാജാധികാരം മാറ്റി ഭഗവാൻ പത്മനാഭസ്വാമിയാണ് രാജാവ്, ആ പത്മനാഭസ്വാമിയുടെ രാജ്യമാണിത്, ഞാൻ പത്മനാഭദാസനാണ് എന്ന ഒരു മാന്യതയും പ്രതിജ്ഞയും ചെയ്ത് രാജ്യം ദൈവത്തിന് സമർപ്പിച്ചത്. എന്നിട്ട് വരവ് ചെലവ് കണക്ക് ദൈവത്തെ ബോധിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇതാണ്, അല്ലാണ്ട് കേരളമല്ല. പ്രത്യേകം മനസ്സിലാക്കുക. കാരണം മറ്റൊരു രാജാക്കന്മാരും അങ്ങനെ ചെയ്തതായിട്ട് കേരളത്തിൽ നമുക്കറിയില്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവിതാംകൂർ അതല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടുന്ന് തന്നെയാണ് അന്ധകാരാവൃതമായ ഒരവസ്ഥയിൽ വേദം മറന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ മനു ഒരു വാക്യം പറയുന്നുണ്ട് തൻ്റെ സ്മൃതിയിൽ, യാ വേദബാഹ്യ സ്മൃതയ യാശ്ച കാശ്ച കുദൃഷ്ടയ സർവാസ്ത നിഷ്ഫല പ്രോക്ത തമോ നിഷ്ഠാഹിതാ സ്മൃതാഹ എന്ന് മനുവിൻ്റെ വാക്യമാണ്. ഏതേത് സ്മൃതികളാണോ വേദവിരുദ്ധമായിട്ടുള്ളത് അവയെ സ്വീകരിക്കരുത്, അവ അന്ധകാരത്തിൽ വർത്തിക്കുന്നവയാണ്, തമോനിഷ്ഠാഹ എന്നാ പറഞ്ഞത്. അങ്ങനെ വേദവിരുദ്ധങ്ങളായ ഒരുപാട് സ്മൃതികൾ വന്നു. ആ സ്മൃതികളിലാണ് വേദം ശൂദ്രർ പഠിക്കരുത്, പഠിച്ചാൽ അവൻ്റെ ചെവിയിൽ ഈയ ഉരുക്കിയിട്ടിക്കണം, താണജാതിക്കാരനെ തുടരുത്. കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അവൻ വെള്ളം തൊട്ടാൽ അശുദ്ധാവും, അവൻ്റെ നിഴൽ തൊട്ടാൽ അശുദ്ധാവും. ഇങ്ങനെയൊക്കെ എഴുതി കൂട്ടി ഒരു കൂട്ടം സംസ്കൃതജ്ഞാനികൾ. ആ മുഴുവൻ സ്മൃതികളും വേദവിരുദ്ധങ്ങളാണ്. കാരണം വേദം സകലത്തിലുമുള്ള ഏകമായ അദ്വയമായ ഈശ്വരത്വത്തെയാണ് പ്രകീർത്തിച്ചത്. സർവചരാചരങ്ങളിലും നിലകൊള്ളുന്ന ചൈതന്യം ഏകമാണെന്നാണ് വേദത്തിൻ്റെ ഉദ്ഘോഷണം. അതുകൊണ്ട് ഉച്ചനീചത്വങ്ങൾക്ക് വേദത്തിൽ സ്ഥാനമില്ല. പക്ഷെ വേദവിരുദ്ധങ്ങളായ സ്മൃതികൾ ഇവയെ കൊണ്ടുവന്നു. ആ അന്ധകാരത്തിൽ നിന്ന് കേരളത്തെ ഉയർത്താൻ പരിശ്രമിച്ച മഹാപുരുഷന്മാരെ ഒന്ന് സ്മരിക്കൂ. അയ്യ വൈകുണ്ഠസ്വാമികളാവട്ടെ, തൈക്കാട്ട് അയ്യാവാകട്ടെ, അവിടുത്തെ ശിഷ്യയായിരുന്ന സർവസാക്ഷി അമ്മയാവട്ടെ, ചട്ടമ്പി സ്വാമി തിരുവടികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ശുഭാനന്ദ ഗുരുദേവനാകട്ടെ, വേദഗുരു സദാനന്ദ സ്വാമികളാവട്ടെ, മഹാത്മാ അയ്യങ്കാളിയാവട്ടെ, പണ്ഡിറ്റ് കറുപ്പനാവട്ടെ, ഇനി മന്നമാകട്ടെ, മന്നത്ത് പത്മനാഭനാകട്ടെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാവട്ടെ, വാഗ്ഭടാനന്ദ ഗുരുവാകട്ടെ, രാമാനന്ദ സ്വാമികളാവട്ടെ, ഇങ്ങനെ പേര് പറഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്നുള്ള മഹാദോഷം സംഭവിക്കും.
ഹിന്ദു ധർമ്മത്തെ വിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് പോയ അക്കാലത്തെ തീർത്തും അധസ്ഥിതരായി മാനിക്കപ്പെട്ടിരുന്ന ജനസമൂഹത്തെ പൂർണ്ണമായി ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കുമാരഗുരുവാകട്ടെ പ്രത്യക്ഷ ദൈവരക്ഷാസഭ, PRDS, ഇങ്ങനെ എത്ര മഹാപുരുഷന്മാരുടെ പ്രവർത്തനമുണ്ടായി, എത്ര! ആ മഹാപുരുഷന്മാരിൽ ഏറെ പേരും ഈ തിരുവനന്തപുരത്ത് വിഹരിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനെ കുറിച്ച് ചട്ടമ്പി സ്വാമി തിരുവടികൾ തന്നെ പറയാറുണ്ട്, അതിൽ നമ്മുടെ പ്രവർത്തനവും ഉണ്ട്. കാരണം കല്ല് ചുമന്ന് അത് ഉണ്ടാക്കുന്നതിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ ഉപദേശങ്ങൾ, അവിടുത്തെ പരിവ്രജനങ്ങൾ ഈ മണ്ണിലൂടെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ മഹാപുരുഷന്മാരുടെയും ശ്രദ്ധിക്കുക. ഇന്ന് നേരത്തെ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു ഇവിടെ ഈ വേദിയിൽ. ക്ഷേത്രപ്രവേശ വിളംബരം 1936 വന്നുവെങ്കിൽ അതിനു മുമ്പ് പല മഹാത്മാക്കളുമായി ചർച്ച നടന്നിട്ടുണ്ട്. അതിൻ്റെ അല്പം മുമ്പാണ് ശുഭാനന്ദ ഗുരുദേവനുമായി സുദീർഘമായ ചർച്ച നടന്നത്. ഈ ചരിത്ര പാഠങ്ങൾ മറക്കരുത്. കാരണം ചരിത്രത്തിൽ നിന്ന് വസ്തുതകളെ മനസ്സിലാക്കി എന്തായിരുന്നു നമ്മുടെ മഹത്വപൂർണമായ ഭൂതകാലം, പിന്നീട് നമുക്ക് എന്ത് പറ്റി, ഇനി ഇതിൽ നിന്ന് ഉയരാൻ എന്താണ് മാർഗം എന്നുള്ളത് ചിന്തിച്ചുറപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഏത് സമാജത്തിനായാലും നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ പ്രവർത്തനം ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികൾ ഈ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു. എത്രമാത്രം സേവാപ്രവർത്തനങ്ങൾ നടന്നു നെട്ടയം ആശ്രമം കേന്ദ്രമായിട്ട്. ചരിത്രത്തിലേക്ക് നോക്കുക, ചരിത്രം പഠിക്കുക, പഠിപ്പിക്കുക. നമ്മൾ വലിയ സേവനത്തിൻ്റെയൊക്കെ വാർത്തകൾ പറയുമ്പോൾ ഹിന്ദു സമൂഹത്തിന് സേവകളൊന്നും ഉണ്ടായിരുന്നില്ല, അവർ വലിയ ക്ഷേത്രങ്ങളും മറ്റുമായിട്ട് മാത്രം കഴിഞ്ഞതാന്ന് പലരും പറയാറുണ്ട്. എന്നാൽ പേരിനോ പ്രശസ്തിക്കോ മതം മാറ്റത്തിനോ വേണ്ടി ഒരു സേവയും ഇവിടുത്തെ ആചാര്യന്മാർ ചെയ്തിട്ടില്ല, ഉറപ്പിച്ചു പറയാം. സർവഹൃദയ നിവാസിയായ ഈശ്വരനെ കണ്ടുകൊണ്ട് ഇത്ര ഉത്കൃഷ്ടമായ സേവ ചെയ്ത മറ്റൊരു സമൂഹവും ഇല്ല. പക്ഷേ കൃതഘ്നന്മാരായ നമ്മൾ പുതിയ തലമുറയ്ക്ക് ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ ഇടയ്ക്ക് അത്ര കുഷ്ഠരോഗികളെ കാണുന്നില്ല. ഒരു കാലത്ത് കുഷ്ഠരോഗമെന്ന് പറഞ്ഞാൽ വളരെ സ്വയം ദയനീയതയും കാണുന്നവർക്ക് ബീഭത്സതയും ഉണ്ടാക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചികിത്സകൾ ഇല്ലാതിരുന്ന കാലം. എവിടെയെങ്കിലും ജനാവാസമില്ലാത്ത സ്ഥലത്തേക്ക് തള്ളുകയാണ് കുഷ്ഠരോഗികളെ. അങ്ങനെ ജനാവാസമില്ലാത്ത സ്ഥലത്തേക്ക് കുഷ്ഠരോഗികളെ തള്ളിയിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ജീവിത വ്രതം അവരെ സേവിക്കലായി മാറ്റി നൂറുകണക്കിനായി അവരെ കുളിപ്പിച്ച് മരുന്ന് വെച്ച് ഭക്ഷണം കൊടുത്ത് നിത്യവും സേവിച്ച നൃസിംഹാനന്ദ സ്വാമികളെ കുറിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. മദർ തെരേസയെ സേവനം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ സേവ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്തതിന് കൂടാതെ മതം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാളെയും മതം മാറ്റാതെ
തൻ്റെ മുമ്പിലുള്ള കുഷ്ഠരോഗി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്ന് ചിന്തിക്കാതെ മനുഷ്യനാണെന്ന് കണ്ടുകൊണ്ട് സേവ ചെയ്ത നൃസിംഹാനന്ദ സ്വാമികളെക്കുറിച്ച് നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവർ സനാതന ധർമ്മത്തെക്കുറിച്ച് അഭിമാനയുക്തരാകും? ഇതൊരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. വർത്തമാനകാലത്തിലും നാം ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾ അറിയണം. ലോകം മുഴുവൻ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനമായാലും മാതാ അമൃതാനന്ദമയി മഠമായാലും ചിന്മയ മിഷൻ ആയാലും ഇസ്കോൺ ആയാലും സേവാഭാരതി ആയാലും അങ്ങനെ പേരെടുത്ത് പറയുമ്പം പലരെയും വിട്ടുപോവുക എന്നുള്ള കുഴപ്പം വരും. ലോകം മുഴുവൻ ചെയ്യുന്ന സേവനങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കധികം സേവകൾ ഇന്ന് സമാജത്തിൽ ഹിന്ദു സമൂഹം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭാരതത്തിൻ്റെ ഇന്നത്തെ അനുദിനം സമുന്നതമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തികമായി, വ്യാവസായികമായി, സൈനികമായി, വിദ്യാഭ്യാസപരമായി എന്ന് വേണ്ട എല്ലാ മേഖലയിലും ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 1947 ശേഷം 1947 ശേഷം സായിപ്പ് നമ്മളെ അടിമകളാക്കി വെക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന 100-200 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയും ഭാരതത്തിൽ ഇല്ലായിരുന്നു ഏതാനും കൊല്ലം മുമ്പ് വരെ. ഇപ്പൊ എന്താണ് സ്ഥിതി നോക്കൂ. കേവലം 10 വർഷം കൊണ്ട് ഭാരതത്തിൽ നിന്ന് അനേക യൂണിവേഴ്സിറ്റികൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആയുധങ്ങൾ കിട്ടാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ കാൽക്കലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ഇവിടെ ഒരു നേതാവ് ചോദിച്ചിരുന്നു, ആകാശത്തേക്ക് വാണം വിട്ടാൽ കഞ്ഞി കിട്ടുമോന്ന്. റോക്കറ്റ് വിട്ടാൽ കഞ്ഞി കിട്ടുമോന്നാ ചോദ്യം. കഞ്ഞിയല്ല, ഇന്ന് ഭാരതത്തിലേക്കുള്ള വിദേശ നാണ്യ വരവിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ റോക്കറ്റ് ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം, അതിലൂടെ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ സമയത്ത് 144 സാറ്റലൈറ്റുകളെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിക്ഷേപിച്ച് ഭാരതം ലോകത്തിനെ അത്ഭുതപ്പെടുത്തി. മറക്കരുത്, കോടിക്കണക്കിനാണ് നമ്മൾ വിദേശ നാണ്യം അതിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഒന്നാം തരം ടെക്നോളജിയിൽ, മെഡിക്കൽ സയൻസിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭാരതം ഉയരുന്ന സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അതിലേക്കൊന്ന് നോക്കുക. നിത്യവും കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളെങ്ങാണ്ട് മദ്യപാനം കുറച്ചാൽ ഖജനാവ് പൂട്ടുന്ന അവസ്ഥ. അതെ, ജനങ്ങളെങ്ങാണ്ട് മദ്യപാനം കുറച്ചാൽ, നിർത്തുമൊന്നും വേണ്ട, കുറച്ചാൽ ഖജനാവ് പൂട്ടുന്ന അവസ്ഥ. ജനങ്ങളെങ്ങാണ്ട് ഈ ഗാംബ്ലിംഗ് ഉണ്ടല്ലോ, ലോട്ടറി ടിക്കറ്റ്, അതെടുക്കുന്നത് കുറച്ചാൽ ഖജനാവ് പൂട്ടുന്ന അവസ്ഥ. ജനങ്ങളെങ്ങാണ്ട് അമ്പലത്തിൽ പൈസ ഇടുന്നത് നിർത്തിയാൽ ഖജനാവ് പൂട്ടുന്ന അവസ്ഥ. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ചിന്തിക്കുക, ചിന്തിച്ചാൽ നല്ലത്. ഇവിടെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്.
ഇവിടെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മളെ മഹത്വത്തിലേക്ക് നയിച്ച മഹാപുരുഷന്മാരെ, വേദത്തിൻ്റെ ആഹ്വാനങ്ങളെ തിരിച്ചെടുക്കുക. വേദം നമ്മളോട് പറഞ്ഞത് സമ്പന്നമായൊരു സമൂഹമാകാനാണ്. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ സമാജവും സാമ്പത്തികമായി ഭദ്രത നേടണം. ആദ്യത്തെ ഉപദേശമായി എടുക്കുക. അതുകൊണ്ട് ഏറ്റവും ലളിതമായി പറയട്ടെ, ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് സമാജം ഉയരാൻ 4 സകാരങ്ങളെ ഉപാസിക്കണം. അതിലാദ്യം പറയാണ് സമ്പത്ത്. ബുദ്ധിപൂർവമായി പണിയെടുക്കുക, കഠിനമായി അധ്വാനിക്കുക നമ്മുടെ മേഖലകളിൽ. ചിലർ പറയും, ഈ സന്യാസിമാര് തടി അണങ്ങാണ്ട് പണിയെടുക്കാണ്ട് സുഖമായിട്ട് ബാക്കിയുള്ളവർ കൊടുക്കണ ദക്ഷിണ ചാപ്പിട്ട് ജീവിക്കുന്നവരാന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും ആശ്രമങ്ങളിലേക്ക് വന്നോളൂ. അപ്പം മനസ്സിലാവും സന്യാസിമാരൊരു വിശ്രമമില്ലാണ്ട് പണിയെടുക്കണവരാന്ന്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ആശ്രമത്തിൽ വേണിച്ചാൽ പോവാം. അദ്വൈതാശ്രമത്തിൽ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതാശ്രമത്തിലും പോവാം. നിരന്തരം സമാജത്തിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസിമാരെ കാണാൻ പറ്റും. കണ്ണുള്ളവൻ കാണും, സംശയമില്ല. ഒരു സാമ്പത്തിക ഭദ്രത നേടുക. സാമ്പത്തികമായി താഴേക്ക് പോയാൽ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. ഈ തിരുവനന്തപുരത്ത് ഉള്ളവര് ഒരു കണക്കെടുക്കാൻ തയ്യാറാവുക ദയവ് ചെയ്ത്. 50 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പ്, ഇപ്പോൾ ഹിന്ദുവിന് എത്ര കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു? ഇവിടെ എത്ര കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു? എത്ര റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു? എത്ര ജ്വല്ലറികൾ ഉണ്ടായിരുന്നു? എത്ര ടെക്സ്റ്റൈൽസുകൾ ഉണ്ടായിരുന്നു? ഇന്ന് എത്ര ഉണ്ട്? ഒരു കണക്കെടുക്കുക. ആരെയും കുറ്റം പറയരുത്. ഇതൊക്കെ മതം കയറി ഇതൊക്കെ കൈക്കലാക്കി എന്നൊന്നും പറഞ്ഞേക്കരുത്. അത് സ്വന്തം കഴിവുകേടിനെ പറയുന്നതാണ്. ഇപ്പം എത്ര ഉണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്ഥിരമായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ കുറ്റമാണ്? ഇവിടെ നാട് മുഴുവൻ ഈ ഗവൺമെന്റിൻ്റെയും അമ്പലങ്ങളുടെയും ഒക്കെ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്ന ഒരു സംഘടനയുണ്ട്, ULCC, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ആരാ സ്ഥാപിച്ചേ? വേദാന്ത സാരം ബോധിച്ചിരുന്ന വാഗ്ഭടാനന്ദ ഗുരുവാണ്. അത് എൻ്റെ മുത്തശ്ശൻ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഒരു പ്രയോജനവും ഇല്ല. അന്ന് ഹിന്ദു ധർമ്മത്തെ സമുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മഹാത്മാവ് സ്ഥാപിച്ച സ്ഥാപനം ഇന്ന് ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കാൻ ഉള്ള ആൾക്കാർ കയറി കൂടി മുഴുവൻ അങ്ങനെ ആയിട്ടുണ്ട്. ആരുടെ തകരാറ്? ഇനി മറ്റൊന്ന് പറയാം. ഈ കേരളത്തിലെ തനത് വാസ്തുവിദ്യ, സ്ഥപതികൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം, വ്യക്തമായ കൃത്യമായ കൈകണക്കനുസരിച്ച് മനുഷ്യാലയവും ദേവാലയവും നിർമ്മിക്കാൻ പഠിച്ച സ്ഥപതികൾ, ആ സ്ഥപതികൾ ചെയ്യേണ്ട പണിയടക്കം കോൺട്രാക്റ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ സംഘടനയ്ക്ക് മറ്റുമാണ്. എന്ത് സംഭവിക്കുന്നു? നിർമ്മാണങ്ങൾ മുഴുവൻ തന്നെ ക്ഷേത്രത്തിൻ്റെ കൈകണക്കുകൾക്ക് വിരുദ്ധമാകുന്നു. അവർ റോഡ് നിർമ്മിക്കാൻ കേമന്മാരാണ്, അല്ലാന്ന് ഞാൻ പറയില്ല, അല്ലാന്നൊന്നും പറയില്ല. പക്ഷേ ദേവാലയങ്ങളുടെയും മറ്റു നിർമ്മാണങ്ങൾ സ്ഥപതികളിൽ നിന്ന് എടുത്ത്
വിശ്വകർമ്മ സമാജത്തിൽപ്പെട്ട ആശാരിമാരിൽ നിന്നെടുത്ത് സ്ഥപതികളിൽ നിന്നെടുത്ത് മാറ്റി ഇത്തരം സംഘടനകളിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്ന് പണ്ടേ നമ്മളോട് മുത്തശ്ശിമാര് പറഞ്ഞു തന്നിട്ടുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. പൊന്നത്ര മിന്നൂല, അത്ര വലിയ മിന്നലൊന്നും പൊന്നിനുണ്ടാവില്ല. പക്ഷെ ഇന്ന് പരസ്യജാലങ്ങളുടെ മിന്നലിൽപ്പെട്ട് നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വാങ്ങി കഴുത്തിലിടുന്നു. ഏറെ താമസിയാതെ തൈറോയിഡ് ക്യാൻസർ വരുന്നു. എന്നാലും ഭ്രാന്ത് മാറ്റൂല, പിന്നെയും വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ഇവിടെ ഒരു നേരം പോക്കുണ്ട്, ഏറ്റവും വലിയ നേരം പോക്ക്. ഈ ഞങ്ങളടുത്തുനിന്ന് വാങ്ങുന്ന സ്വർണം ഞങ്ങൾക്ക് തന്നാൽ മുഴുവൻ പൈസയും തിരിച്ചു തരും. അതെന്തടേ നിങ്ങളടുത്ത് വാങ്ങണത്? നിങ്ങൾക്ക് തന്നെ തരേണ്ടത്. അത് ശരിയായ സ്വർണ്ണാണെങ്കിൽ ആരെടുത്ത് കൊടുത്താലും മുഴുവൻ പൈസ കിട്ടണ്ടേ? കേവല യുക്തിയാണത്. ഈ ചോദ്യം കേവല യുക്തിയുടെ ചോദ്യമാണ്. അത് ചോദിക്കാനുള്ള കഴിവെങ്കിലും ഇല്ലെങ്കിൽ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവരെ നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. ഇത്ര മൂഢജനങ്ങൾ വേറെ ആര്? ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞത് അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങണമെന്ന്? ആ പരസ്യം തുടങ്ങിയത് ഞങ്ങളാ, കോഴിക്കോട് ജില്ലക്കാർ. വളരെ ബുദ്ധികേന്ദ്രമായിരിക്കുന്ന ഒരു ജ്വല്ലറിയാണ്. എല്ലാവരും ഏറ്റെടുത്തു. ചിന്തിക്കുക. തമാശ പറയുക അല്ലത്. കുറച്ച് വിവേകം വേണം. അതുകൊണ്ട് സ്വർണം വാങ്ങുന്നുണ്ടോ, നിങ്ങൾ വാങ്ങിക്കോളൂ, കുറച്ച് എനിക്കും തന്നാൽ തിരക്കേടില്ല. വാങ്ങണത് ആ ജോലി ചെയ്യുന്ന തട്ടാന്മാരിൽ നിന്ന് വാങ്ങുക, വിശ്വകർമാക്കളിൽ നിന്ന് വാങ്ങുക. കാരണം അവർ ഉപാസനാഭാവത്തോടു കൂടി ചെയ്യുന്ന ജോലിയാണത്. അവിടെ പളപളപ്പൊന്നും ഉണ്ടാവില്ല, അവിടെ വർണ്ണവിസ്മയങ്ങൾ കാണിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ വസ്തു സ്വർണ്ണമായിരിക്കും. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ധരിച്ചിട്ട് തൈറോയ്ഡ് ക്യാൻസറും അതും ഇതും വരുത്തണ്ട. ഇങ്ങനെ ഓരോ തൊഴിൽ മേഖലയിലും മുന്നിലേക്ക് വരിക, സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുക. ഇത് പ്രധാന സന്ദേശമാണ്. എന്തെങ്കിലും ചെയ്ത്, വേദം പറഞ്ഞത് അങ്ങനെയാ, കയാശവിധയാ ബഹുവന്നം പ്രാപ്നുയാത്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ ധനം ഉണ്ടാക്കുന്ന. അധർമ്മത്തിൻ്റെ പാതയിലല്ല പറഞ്ഞത്, സ്വധർമ്മത്തിനനുസരിച്ച്. അങ്ങനെ നമ്മുടെ സമൂഹം സമ്പന്നമാകണം. വലിയ നിക്ഷേപങ്ങളുള്ള ഇൻഡസ്ട്രി തുടങ്ങാൻ നമുക്ക് വയ്യേ? വേണ്ട. ചെറിയ ചെറിയ തൊഴിൽ മേഖലകൾ നമ്മുടെ മക്കളെ അധ്വാനശീലമുള്ളവരാക്കുക. സ്വയം അധ്വാനിച്ച് കാണിക്കുക. ഇത് മുഖ്യമാണ്. ഇന്ന് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി, ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഉച്ചവരെ കയറിയാൽ തന്നെ ഒരു 45,000 ഉറുപ്പ്യ ഒരു മാസം ശമ്പളം ഉണ്ടാക്കാം. ഒരു സംശയമില്ലാതെ പറയുന്നു. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കും നല്ല പണം ഉണ്ടാക്കാവുന്ന സാധ്യത ഇന്നുണ്ട്. പക്ഷെ ഒരു ദിവസം പണിയെടുത്ത് പിറ്റേ ദിവസം മൊബൈലും റീചാർജ് ചെയ്ത് പിന്നെ ഈ ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള പാനീയവും കുടിച്ച്, ആരോഗ്യത്തിൻ്റെ പാനീയവും കുടിച്ച് കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമാജം അധപ്പതിക്കരുത്. അതിന് നമ്മുടെ വീടുകളിൽ ആചാരനിഷ്ഠ വേണം. കുട്ടികളെ കുറ്റം പറയരുത്, യുവസമൂഹത്തെ കുറ്റപ്പെടുത്തരുത്. ഒന്നെനിക്ക് ഉറപ്പാണ്, നമ്മളെക്കാൾ ഈ മുതിർന്ന തലമുറ എന്ന് പറയുന്നവരെക്കാൾ നല്ലവരാണ് പുതിയ കുട്ടികൾ, നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്ക് വേണ്ട മൂല്യബോധം വേണ്ട സമയത്ത് കിട്ടാത്ത കുഴപ്പമാണ്. അതുകൊണ്ട് ആചാരനിഷ്ഠയോടുകൂടി വളർത്തു. അതാണ് രണ്ടാമത്തെ സകാരം, സംസ്കാരം. ശാസ്ത്രബോധത്തോടു കൂടി വളർത്തു. ദിവസവും ഒരു കഥയെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഒരു കഥയെങ്കിലും, ഒരു മൂല്യബോധം കുട്ടിക്ക് ദിവസവും പകർന്നു നൽകൂ.
ഇത് ചെയ്യാതെ അവരെ വളർത്തുകയാണെന്ന് അഭിമാനിക്കരുത്, അവരെ നമ്മൾ നശിപ്പിക്കുകയാണെന്ന് അറിയുക. വലിയ ഉപദേശങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക കുട്ടികളോട്. സന്ധ്യയാകുമ്പോൾ നാമം ജപിക്കണം, അമ്പലത്തിൽ പോകണം, സ്വാമിമാരെ കാല് പിടിക്കണം, ഈ ജാതി വിഡ്ഢിത്തങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കരുത്. പകരം അത് ചെയ്ത് കാണിക്കുക. വീട്ടിൽ അച്ഛനും അമ്മയും നാമം ജപിക്കുന്നുണ്ടെങ്കിൽ മക്കൾ നാമം ജപിക്കും. വീട്ടിൽ അച്ഛനും അമ്മയും ആശ്രമങ്ങളെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, സന്യാസിമാരെ അഭിവന്ദിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളും അത് ചെയ്യും. അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഉപാസിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് ചെയ്യും. സംശയമില്ല. അങ്ങനെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുക ഇത് അനിവാര്യമാണ്. സംസ്കാരത്തിൻ്റെ പകർന്നു നൽകലിൽ വളരെ പ്രധാനമാണ് ഭാഷ. അതുകൊണ്ട് പറയട്ടെ, ദയവായി കുട്ടികൾക്ക് സംസ്കൃതം പഠിപ്പിക്കുക. സംസ്കൃതം പ്രധാനമാണ്. ഇനി സംസ്കൃതം ഇല്ലേ, ശുദ്ധ മലയാളമെങ്കിലും ഒന്ന് കുട്ടികൾക്ക് പകർന്നു നൽകുക. ഓരോരുത്തരുടെ ഉച്ചാരണം കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. വിദ്യാലയം എന്ന് പറഞ്ഞാൽ കോടതിയാണ്, പക്ഷെ അവരുദ്ദേശിക്കുന്നത് സ്കൂളാണ്. സ്കൂൾ എങ്ങനെയുടെ വിദ്യാലയമാവുക? വിദ്യാലയം എന്ന് പറഞ്ഞാൽ വിധിയുടെ ആലയമാണ്, അത് കോടതിയാണ്. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിനെയാണ്. വലിയ സങ്കടം തോന്നും. പരമപൂജനീയ സ്വാമി ചിദാനന്ദപുരിക്ക് ഞങ്ങളുടെ സ്വാഗതം. ഭഗവാനെ, എന്നെ നീ പകുതിയാക്കിയോടാ. സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി എന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വികലമായൊരു ഉച്ചാരണത്തിലേക്ക് എങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു? മലയാളം പോലെ ഇത് അകസ്മാത് സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കാൻ ഞാനില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് മലയാളികൾക്ക് സവിശേഷമായൊരു ഉച്ചാരണം പറയാം. ഴ, വാഴ, കോഴി, മൂഴി, കോഴിക്കോട് ഒക്കെ ഴ വഴങ്ങുന്നത്. ഴ വഴങ്ങുക, അതും വഴങ്ങുക, അതും മലയാളിക്കേ ഉള്ളൂ, വേറെ ഉള്ളവർക്ക് ഴ വഴങ്ങില്ല. അപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് ഉച്ചാരണ വൈകല്യമാണെന്ന്. പക്ഷെ ബോർഡുകളിൽ കോഴിക്കോട് എന്ന് എഴുതിയാലോ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? വലിയ പരസ്യ ബോർഡുകളിൽ കോഴിക്കോട് എന്നെഴുതിയാൽ ഞാൻ എന്തു മനസ്സിലാക്കണം? അത് ഉച്ചാരണ വൈകല്യമല്ല, ഭാഷയെ വികലമാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഭാഷ, ഭൂഷ, വസ്ത്രം, നമ്മുടെ വസ്ത്രവിധാനങ്ങളെ ആരെങ്കിലും മാറ്റുന്നതിന് വിരോധമില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഉടുത്ത് നടക്കണോ ഉടുക്കാതെ നടക്കണോ അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് ഒരു ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ ഫലമായി വസ്ത്രം സ്വാധീനിക്കപ്പെടുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇതുപോലെ തന്നെയാണ് ഭക്ഷണം. നമുക്ക് നമ്മുടേതായ ഒരു ഭക്ഷണ രീതിയുണ്ട്. ഇവിടെ ആരും മത്സ്യം കഴിക്കരുത് എന്നൊന്നും ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടില്ല. നിങ്ങളാരും മാംസം കഴിക്കരുത് നാളെ തൊട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചോളൂ, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ അതിലേക്ക് കൈ കടത്താൻ വരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സസ്യജനിതങ്ങളായിരിക്കുന്നവ, വിവിധ പ്രദേശങ്ങളിൽ വൈവിധ്യപൂർണങ്ങളായ എത്ര കറികളാ, എന്തൊക്കെ കറികളാ. എവിടെ പോയി? ഇന്നിപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ബസ്സിൽ റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത ചില പേരുകളാ. എന്താ അൽ ഫല, അങ്ങനെ എന്തോ സാധനമുണ്ട്. പിന്നെ കുഴിമാന്തി എന്നൊരു സാധനം. സ്വാമി ഒന്ന് മലയാളം വായിക്കാൻ പഠിക്ക്. കുഴിമാന്തി അല്ല, കുഴിമന്തിയാണ്. അതായിക്കോട്ടെ, എന്നാലും ഇപ്പം അങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ വന്നു? ഇതിൻ്റെ പിന്നിൽ ഹോസ്പിറ്റൽ ലോബി ഉണ്ടോ? അറിയില്ല. ഇങ്ങനെ ഭക്ഷണരീതി മാറ്റുന്നതിൻ്റെ പിന്നിൽ ഹോസ്പിറ്റൽ ലോബി ഉണ്ടോ? കാരണം
ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും അധികം ക്യാൻസർ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും അധികം ഹൃദയ സംബന്ധിയായ രോഗങ്ങളുടെ വർധനവ് ഇന്ന്. ഈ കേരളത്തിലാണ് മാനസിക രോഗങ്ങൾ ഏറി വരുന്നത്. ഈ കേരളത്തിലാണ് ആത്മഹത്യ ഏറി വരുന്നത്. ഇത് അകസ്മാത് സംഭവിക്കുന്നതാണോ? അല്ല, നമ്മുടെ ഭക്ഷണ രീതിക്ക് ഇതിൽ വലിയ പങ്കുണ്ടോ? ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക. മാറ്റം വരുത്തണം തോന്നുന്നുണ്ടെങ്കിൽ വരുത്തുക. വരുത്തണ്ടാച്ചാ നിങ്ങൾ കുഴിവാന്തുകയെ നിങ്ങൾ എന്താ സാധനം വെച്ചാൽ കഴിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. ഇവിടെ പല സ്ഥാപനങ്ങളും പൂട്ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചിട്ട് പൂട്ടി എന്ന് വാർത്ത കേൾക്കും. ഒരു 4 ദിവസം കഴിഞ്ഞാൽ വേറെ പേരിൽ അതേ സ്ഥാപനം അവിടെ തുറന്ന് കാണാം. പേര് മാറ്റിയിട്ടുണ്ടാവും, സ്ഥാപനം അത് തന്നെ. ഐ പ്രോമിസ് ടു പേ ദി ബെയറർ എ സം ഓഫ് എന്ന പ്രതിജ്ഞയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിജ്ഞ. അത് കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഭീഷ്മരും ദ്രോണരും കൃപരും ഒക്കെ. അർത്ഥസ്യ ദാസ സർവേപി നാർത്ഥോ ദാസോ ഹി കസ്യചിതർണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ഇതെങ്ങോട്ടുള്ള പോക്കാണ്? അതുകൊണ്ട് ഭക്ഷണ രീതി, വസ്ത്രരീതി, ഭാഷാരീതി ഇതൊക്കെ സംരക്ഷിക്കാൻ വേറെ ഒരു ദൈവവും ഇറങ്ങി വരാൻ പോകുന്നില്ല. സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മേപ്പെട്ടെന്ന് ഭഗവാൻ വരുമോ എന്ന് നോക്കിയിരുന്നാൽ ഒന്നും വരാൻ പോണില്ല. മറിച്ച് നമ്മൾ സ്വധർമ്മം എന്ന് മനസ്സിലാക്കി ഇവയെ പരിപാലിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സംസ്കാരം, സമ്പത്ത്, സന്താനം ഏറ്റവും പ്രധാനമാണ്. നമുക്ക് സന്താനങ്ങൾ വേണം. ഒരു സന്താനം പോരാ. നമുക്കൊരു സന്താനം എന്ന് പറയുമ്പോൾ ഒരു പതിയും പത്നിയും ചേർന്ന 2 പേര് നേർപകുതിയാകുന്നു ജനസംഖ്യ. ഇന്നത്തെ കേരളത്തിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജനസംഖ്യയുടെ തോത് നേർപകുതിയാകുന്നു. പക്ഷേ ഇസ്ലാമിലെ ജനസംഖ്യ 3 ഇരട്ടിയാകുന്നു. ഈ യാഥാർത്ഥ്യം കാണുന്നുണ്ടോ ഇല്ലയോ ചോദ്യം. ഇത് കുറ്റപ്പെടുത്തലല്ല. ഒരിക്കലും ഇസ്ലാമിനെ ഞാൻ കുറ്റം പറയില്ല. അത് അവരുടെ കഴിവാണ്, കഴിവുകേടല്ല. കഴിവുകൊണ്ടാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്, കഴിവുകേടുണ്ടല്ലോ. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെ ചൊവ്വാദോഷം, ശുദ്ധജാതകം, അശുദ്ധജാതകം. എടാ, അശുദ്ധജാതകം മോശമാണെന്ന് വെച്ചാൽ എങ്ങനെയാ ശുദ്ധജാതകം മോശമാവുക? ഇതൊക്കെ മോശമാണ് അത്ര. ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ 46 വയസ്സുള്ള നായർ സുന്ദരിക്ക്, 46 വയസ്സുള്ള ഈഴവ സുന്ദരിക്ക്, എൻ്റെ സുന്ദരി നീ ഇത്ര കാലം എവിടെയായിരുന്നു? അവസാനം അണ്ടശക്തിയുമില്ല, ബീജശക്തിയുമില്ല, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ മുമ്പിൽ ക്യൂ. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുവോ? അതുമില്ല. ചിന്തിക്കുക. അതുകൊണ്ട് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല, സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല, ഈ സമാജത്തിന് വേണ്ടി പറയുന്നതാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ നിർദ്ദേശമാണ്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്ന് മാത്രമല്ല, ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പണ്ട് നാട് മുഴുവൻ സഞ്ചരിച്ചിരുന്ന സന്യാസിമാര് അവർ ധർമ്മപ്രബോധനം ചെയ്യാനല്ല, അവരവരുടെ പരിവ്രജനത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സന്യാസിമാർക്ക് മഠം സ്ഥാപിച്ചത്, ആശ്രമം സ്ഥാപിച്ചത് ധർമ്മപ്രചരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഭാരതത്തിൻ്റെ മൊത്തം ഹിന്ദുവിൻ്റെ സംരക്ഷണത്തിന് അന്ന് 4 മഠങ്ങൾ സ്ഥാപിച്ചു. ആ 4 മഠങ്ങളുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ചിലർ ചോദിക്കും, ഇതൊക്കെ സന്യാസിക്ക് പറയാൻ അധികാരമുള്ളതാണോ? ആണെച്ചാൽ നിങ്ങൾ ആദ്യം കല്യാണം കഴിക്കുന്നു. അതിനുള്ള മറുപടിയായി പറയുന്നത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ്.
ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. വോട്ട് മനുഷ്യന്മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും കുടുംബാസൂത്രണ മാർഗം ഉപയോഗിക്കണം, എല്ലാവരും. അല്ലെങ്കിൽ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും മാത്രം അത് സ്വീകരിക്കരുത്. അത് വിഡ്ഢിയാവുകയാണ്. ന്യൂനപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷത്തിലേക്ക് പോകാൻ പോവാണ്. അന്ന് ന്യൂനപക്ഷ അവകാശം കിട്ടുന്ന ആരും സ്വപ്നം കാണണ്ട. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാൽ നന്ന്. ഇല്ലെങ്കിൽ സന്യാസിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പിണ്ടം വെച്ചവരാ, ആത്മപിണ്ഡം വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്, ഓർത്താ നല്ലത്. അതുകൊണ്ട് സന്താനങ്ങൾ വേണം. കുട്ടികളുണ്ടായതുകൊണ്ട് സന്താനാവില്ല, മറിച്ച് തനു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്ന് സന്താന ശബ്ദം നമുക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ ഏതൊരു സത്യധർമ്മങ്ങളെ പരിപാലിച്ചോ അതിനെ പിന്തുടരുന്ന മക്കളായാലേ സന്താനാവുള്ളൂ. അതിനവർക്ക് ധർമ്മബോധം നൽകണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്കാരത്തിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ സമ്പത്ത്, സംസ്കാരം, സന്താനം. ഇനിയൊരു പ്രധാന സകാരമുണ്ട്, അതാണ് സംഘടന. സംഘടനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നായരാണെന്ന് അഭിമാനിക്കുന്നുണ്ടോ? അഭിമാനിച്ചോളൂ. ഈഴവരാണെന്നോ തീയരാണെന്നോ അഭിമാനിക്കുന്നുണ്ടോ? പറയരോ, ചെറുമരോ, പുലയരോ, നമ്പീശനോ, ഭട്ടതിരിയോ, ഇനി അതിൻ്റെ കൂടെ പാടും കൂടിയും കൂട്ടിയിട്ട് നമ്പൂതിരി പാടോ, ഭട്ടതിരി പാടോ, അയ്യരോ, അയ്യങ്കാരോ എന്തോ ആണെന്ന് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? അഭിമാനിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഇത് മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദു എന്ന തായ്വേര് വേണമെന്ന് ഓർമ്മിക്കുക. ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഏത് സമുദായവും ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദുവിൽ എന്നതിൽ ഒന്നായിരിക്കുക. ഇത് ശ്രദ്ധിക്കുക. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം പറയാനുണ്ട്. സമയം നമ്മൾ ഉദ്ദേശിച്ചതിൽ അധികമാവുന്നു, അതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു ആശയം പറയട്ടെ. എത്രയോ മഹാപുരുഷന്മാരുടെ ഉദ്ബോധനത്തെയും പ്രവർത്തനത്തെയും തുടർന്ന് സാമുദായികമായ, ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും ഭേദങ്ങളെയും വലിയ അളവോളം നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ലാതെ പറയാം. നേരത്തെ ഒരു ശൃംഖല മഹാത്മാക്കളുടെ പേര് പറഞ്ഞു. 1914 കേവലം അചിന്ത്യമായ പന്തിഭോജനം നടത്തുക മാത്രമല്ല, ആ കഴിച്ചവരുടെ ഇലകൾ എടുക്കുക പോലും ചെയ്ത നിർമ്മലാനന്ദ സ്വാമികളെ ഇവിടെ നമിക്കണം. അങ്ങനെയുള്ള എത്രയോ മഹാപുരുഷന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് അതിഹീനമായ ജാതീയതയെ നമ്മൾ ഒരു വലിയ പരിധിവരെ ജയിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങും ഇങ്ങും കുറച്ചുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. അതിന് അദ്വൈത ബോധ പ്രചരണം മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, മറ്റു മതങ്ങളിലുള്ള അത്ര ജാതിഭേദം ഇന്ന് ഹിന്ദുവിൽ ഇല്ല. എങ്ങനെ പറയും? ഹിന്ദുവിൽ ജാതിഭേദമാണ്, ജാതിഭേദമാണ്, ജാതിഭേദമാണെന്ന് പറഞ്ഞ് നമ്മളും തത്തമേ പൂച്ച എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ സത്യസന്ധമായി ചിന്തിച്ച് നോക്കൂ. ഈ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവോ? അതിൽ ബാബാ കക്ഷി മെത്രാൻ കക്ഷി പോവോ പരസ്പരം? അവരുടെ ആരെങ്കിലും പള്ളിയിൽ മാർത്തോമ പോവോ? അവരെ ആരെങ്കിലും ജ്ഞാനായ പോവോ? അവരാരെങ്കിലും പെന്തക്കോസ്തുകാരനെ അടുപ്പിക്കുകയോ? ഒരു ബിഷപ്പ് എന്നോട് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഈ പെന്തക്കോസ്തുകാരെ കൊണ്ട്, ഞങ്ങളെ ആൾക്കാരെയൊക്കെ അവർ മാറ്റി കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കണം. ഞങ്ങളെ കുറേ മാറ്റിയില്ലേ, കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക. അല്ലാണ്ട് എന്താ പറയുക? അയാളിന്ന് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, വെറും ബിഷപ്പല്ല, അതിൻ്റെയൊക്കെ എത്രയോ മേപ്പെട്ട. സത്യമാണ് ഈ പറയുന്നത്. ഇതിനേക്കാൾ അപ്പുറത്താണ് മുസ്ലിം സമൂഹത്തിൽ. ഷിയയുടെ പള്ളിയിൽ സുന്നി പോവില്ല, സുന്നീൻ്റെ പള്ളിയിൽ ഷിയ പോവില്ല. ഇവരാരും അഹമ്മദീയക്കാരെ അംഗീകരിക്കില്ല. ഇവരാരും സൂഫികളുടെ സ്നേഹത്തിൻ്റെ മാർഗം സ്വീകരിക്കില്ല.
ഇവരാരും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റി അംഗീകരിക്കില്ല. പക്ഷേ നമ്മൾ ഏത് ജാതി പറഞ്ഞാലും ഒരേ അമ്പലത്തിൽ പോവും. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമുക്കൊക്കെ പോവാം. അപ്പുറത്ത് പഴവങ്ങാടി ഗണപതിയുടെ അടുത്ത് എല്ലാവർക്കും പോവാം. അവിടെ ജാതി ആരും ആരോടും ചോദിക്കാറില്ല. വൃത്തി പോകണം, ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കണം, അത്രയേ ഉള്ളൂ. അതിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം, അത് വേറെ വിഷയം. പക്ഷെ ആ ഭേദം നമ്മൾ ജയിച്ചു. പക്ഷെ ഇന്ന് നമ്മളെ ഭിന്നിപ്പിക്കുന്നത് എന്താണ്? ചിന്തിക്കുക. ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ മാർക്സിസ്റ്റ് ആണ്, ഞാൻ CPI ആണ്, ഞാൻ BJP ആണ്, ഞാൻ ജനതയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. നിർത്തുക. മറ്റു മതങ്ങളിലേക്ക് നോക്കൂ. അവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കും. പക്ഷെ അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ ഒന്നായിരിക്കും. അല്ലേന്ന് നിങ്ങൾ നോക്കിക്കോളൂ. പള്ളി കയറ്റൂല, തമ്മിൽ അടിക്കുകയും ഒക്കെ ചെയ്യും, വെടിവെക്കും, കല്ലെറിയും, പരസ്പരം ഒക്കെ ചെയ്യും. പക്ഷേ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായിരിക്കും. ഈ ഒരു ഒരുമയിലേക്ക്, ഈ ഒരു സാഹോദര്യത്തിലേക്ക്, ഈ ഒരു ഏകതയിലേക്ക് ഹിന്ദു സമാജം മാറണം. അതുകൊണ്ട് ഹിന്ദുവെ അപമാനിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല എന്ന് പറയാൻ കഴിയണം. ഹിന്ദുവിനെ അപമാനിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല. ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല. ഹൈന്ദവ ബിംബങ്ങളെ നിന്ദിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല. ഇത് പറയുന്ന ആർജവത്തിലേക്ക് ക്രിസ്ത്യാനിയെ പോലെ മുസൽമാനെ പോലെ ഉയർന്നാൽ അപ്പോഴാണ് ആ ബോർഡ് സാർത്ഥകാവുക. എല്ലാത്തിനും വഴിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലേ? വഴികൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കും. അതുകൊണ്ട് പുരാണം പഠിപ്പിച്ച ഒറ്റ പാഠം മാത്രം പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. മാർക്കണ്ഡേയ പുരാണത്തിൽ ദുർഗാ സപ്തശതി അഥവാ ദേവി മഹാത്മ്യം, അതിൽ 3 ചരിതങ്ങളാണുള്ളത്. അതിൽ രണ്ടാമത്തെ ചരിതമാണ് പറയുന്നത്. മഹിഷൻ എന്നൊരു അസുരൻ, അവൻ തപസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഭക്തന്മാർക്ക് വിരോധം തോന്നരുതേ, ഏതോ വിവരം കേട്ട ദൈവം വന്ന് വരം കൊടുത്തു. എന്താ സമയം ദൈവത്തെ വിവരം കെട്ടാന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് കത്തി കളിക്കാൻ കൊടുത്താൽ ആ കൊടുക്കുന്ന ആൾ എന്താ സ്ഥിതി? അസുരന് ശക്തി കൊടുത്താൽ അത് ലോകവിനാശകരമാകുമെന്ന് മനസ്സിലാക്കണ്ടേ? ശക്തി കൊടുക്കാവോ? അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണം, അത്ര സംവരണം വേണം, ഇത്ര സംവരണം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് കരയുന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചിന്തിക്കുക. ഏതായാലും കൊടുത്തു. ഈ മനുഷ്യൻ ശക്തനായി. എന്ത് സംഭവിച്ചു? മുഴുവൻ ദേവന്മാരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി. ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും എന്ന് വേണ്ട എല്ലാവരും പുറത്ത്. ഓരോരോ സ്ഥലത്ത് കുത്തിയിരുന്ന് കരയുക. നമുക്ക് ഈ ഗതി വന്നുവല്ലോ, ഈ ഗതി വന്നുവല്ലോ, ഈ ഗതി വന്നുവല്ലോ. കരഞ്ഞിട്ടാണെങ്കിൽ ഒരു ഗുണമുണ്ടായി, അവർക്കിടയ്ക്ക് ഐക്യം ഉണ്ടായി. അതെങ്ങനെയാണെന്ന് ഭഗവാൻ വേദവ്യാസം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഊഹിക്കുകയാണ്. ഇപ്പം അവിടെ ഇരുന്ന ഒരാൾ കരയാന്ന് വിചാരിച്ചോളൂ, ഇവിടെ ഇരുന്ന ഒരാൾ കരയാന്ന് വിചാരിച്ചോളൂ. മെല്ലെ അയാളെടുത്ത് പോയി ചോദിക്കും, നീ എന്തിനാ കരയണേ? ഞാൻ ഇന്നതിനാ, ഞാനും അതിനാ. എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ചു കരഞ്ഞൂടെ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദേവന്മാരും ഒറ്റക്കെട്ടായി. കോടിക്കണക്കിന് ദൈവങ്ങൾ ഒന്നിച്ച്. നമുക്ക് 1ഉം 2ഉം അല്ല ദൈവട്ടോ. ആരും ഏകദൈവവാദവും പറഞ്ഞിവിടെ വരരുത്. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. 2 ഈശ്വരന്മാരില്ല. ദ്വൗ ഈശ്വര ഉന സംഭവത ഏകസ്യ അനീശ്വരത്വ പ്രസംഗാത്. എന്നാൽ ദേവതകൾ കോടിക്കണക്കിനുണ്ട്. അഗ്നിർ ദേവത, വായുർ ദേവത, ആപോ വൈ ദേവതാ. അങ്ങനെ അങ്ങ് പോവും. ഇരിക്കട്ടെ, അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അതൊക്കെ കൂടുതൽ ഗഹനമായ ശാസ്ത്ര വിഷയമാണ്. ഈ ദേവന്മാരെല്ലാവരും ഒത്തുകൂടിയപ്പോൾ പുതിയ ചിന്ത ഉണ്ടായി. എന്താ ചിന്ത? നമുക്കൊന്ന് ത്രിമൂർത്തികളെ പോയി കണ്ടാ എന്താ? ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനും നിങ്ങളെ കൂടെ കൂടാം. അങ്ങനെ ദേവസംഘത്തിൽ ബ്രഹ്മാവും കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. വിഷ്ണു പറഞ്ഞു, ഞാനും നിങ്ങളെ കൂടെ കൂടാം. അങ്ങനെ ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാർ ഒത്തുചേർന്നു. അവരുടെ കീഴിൽ സമസ്ത ദേവതകളും ഒത്തുചേർന്നു. ഐക്യം വളർന്നു. അപ്പോൾ
ഈ മഹിഷാസുരൻ്റെ ദുഷ്ടചേഷ്ടകളെ കുറിച്ച് കേട്ട ഈ ത്രിമൂർത്തികളുടെ പുരികക്കൊടികൾ ക്രോധം കൊണ്ട് ചുളിഞ്ഞു. ആ ചുളിഞ്ഞ പുരികക്കൊടികളിൽ നിന്ന് ഓരോ തേജസ് പുറത്തേക്ക് വന്നു. അതാ ഒട്ടും താമസമില്ല, ഓരോ ദേവന്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ തേജസ് പുറത്തേക്ക് വന്നു. എല്ലാം കൂടി ഒന്നായപ്പോ വമ്പിച്ച ശക്തി സ്വരൂപിണിയായി ദേവി ആവിർഭവിച്ചു. മഹിഷാസുരനെ വധിക്കുവാൻ തക്ക വിധം ഗർജിച്ചു നിൽപ്പായി. ചോദ്യം, ഈ ദേവന്മാർക്ക് ഈ ശക്തി ആദ്യം ഉണ്ടായിരുന്നില്ലേ? ത്രിമൂർത്തികൾക്ക് ശക്തി ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ശക്തി സ്വരൂപിണി ഉണ്ടായില്ല? അവര് ജാതിയുടെ പേരില്, പാർട്ടിയുടെ പേരിൽ ഒക്കെ ഭിന്നിച്ച് കഴിയായിരുന്നു. ബ്രഹ്മാവിൻ്റെ പാർട്ടി, വിഷ്ണുവിൻ്റെ പാർട്ടി, ശിവൻ്റെ പാർട്ടി. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുണ്ട്. ഒരാൾ എന്താ പറയുക, കാളേൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ആളാണ്, വേറൊരാൾ ഇങ്ങനെ ആകാശത്ത് കൂടെ പറക്കുന്നതാണ്, വേറൊരാൾ പിന്നെ അങ്ങനെ ഉള്ളതായ താമരേൻ്റെ മുകളിൽ ഇരിക്കുകയാണ് പരിപാടി. ഇങ്ങനെയൊക്കെ ഭിന്നിച്ച് കഴിയായിരുന്നു. ഇപ്പോൾ ഒന്നായി ശക്തി സ്വരൂപിണി ആവിർഭവിച്ചു. ദേവിക്ക് മഹിഷാസുരനെ വധിക്കാൻ ഒരായുധവും ആവശ്യമില്ല. ഒരു സങ്കല്പം മതി, ഒരു ഹുങ്കാരം മതി. പക്ഷേ ഭാവിയിൽ നാട്ടുകാരെന്നെ പൂജിക്കുന്ന ദേവിക്ക് അറിയാം. അപ്പൊ ആയുധങ്ങളൊക്കെ വേണം. നമ്മൾ ദുർബലരെ പൂജിക്കാറില്ല. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരെ, സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരെ പൂജിക്കാറില്ല. നമ്മൾ നല്ല കരുത്തുള്ളവരെയാ പൂജിക്കുക. ഒട്ടും പ്രയാസം ഉണ്ടായില്ല. ശിവൻ തൻ്റെ ശൂലം അങ്ങനെ കൊടുത്തു എന്നാരും വിചാരിക്കരുത്. ശൂലത്തും ചെറിയൊരു ശൂലം ഉണ്ടാക്കിച്ചു കൊടുത്തു. വിഷ്ണു തൻ്റെ ചക്രം അങ്ങനെ കൊടുത്തു എന്നാരും വിചാരിക്കരുത്. ചക്രത്തുനിന്ന് ചെറിയൊരു ചക്രം ഉണ്ടാക്കിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോരോ ദേവനും അവനവൻ്റെ ആയുധം കൊടുത്ത് സർവായുധ ഭൂഷിതയായി ദേവി നിലകൊള്ളുകയും പെട്ടെന്ന് തന്നെ മഹിഷനെ വധിക്കുകയും ചെയ്തു. ഈ പാഠം നമുക്ക് ഭഗവാൻ വേദവ്യാസൻ തന്നിട്ട് 5 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. ഇനിയും അതിൻ്റെ പാഠം ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ എല്ലാത്തിനും വഴിയില്ല. ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ എല്ലാത്തിനും വഴിയുണ്ട്. നമസ്കാരം.